അങ്ങനെ നമ്മൾ ടോമിനകത്ത് നിൽക്കുകയാണ്. We are right now in our second stop, the Girls Mountain. ഈ കല്ലറയുടെ വാതിലിന്റെ മുകളിൽ നോക്കിയാൽ പഴയ നബാത്തിൻ ഭാഷയിലുള്ള എഴുത്തുകൾ നമുക്ക് കാണാം. ഇതിനകത്തൊക്കെ എന്താ ഇത് പൊളിച്ചു കളഞ്ഞല്ലോ, ഒന്നുമില്ല അതിന്റെ എൻട്രൻസിൽ. ഹായ് ഗായ്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് രാജി, ഞാനൊരു ട്രാവൽ വ്ളോഗറാണ്. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ കാഴ്ചകളും അവിടുത്തെ കൾച്ചറും ഹിസ്റ്ററിയും എങ്ങനെ ആ രാജ്യത്തേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഹെഗ്രയിലെ ഏറ്റവും ആകർഷകമായ ജബൽ അൽ ബനാത്ത് കാണാൻ വേണ്ടി പോവാണ്. ഇത് നമ്മുടെ യാത്രയിലെ രണ്ടാമത്തെ സൈറ്റാണ്. ഇതിന് ഗേൾസ് മൗണ്ടെയിൻ എന്നൊരു പേരും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുത്തെ ഭൂമിക്ക് നല്ല വെള്ളമുണ്ട്, അഗ്രികൾച്ചർ പർപ്പസ്. രണ്ട് ഇത് സെന്ററാണ് ട്രേഡിങ്ങിന്റെ. ഇന്ത്യ ചൈന എന്നൊക്കെ ട്രേഡേഴ്സ് പോകുന്ന ഒരു പാത്താണ്, വഴിയാണ്. അപ്പൊ അവരുടെ ടാക്സ് എല്ലാം കിട്ടും. അവര് വന്ന് സ്റ്റേ ചെയ്തിട്ടാ പോകുന്നത്. അറേബ്യൻ പെൻസിൽ അതിന്റെ ഒരു റൂട്ട് ഇതിലാണ്. അപ്പൊ ഇവിടെ വന്ന് അവര് കച്ചവടം ചെയ്യും, ടാക്സസ് ഒക്കെ. പിന്നെ അങ്ങനെ ചെയ്തിരുന്ന ആ സ്ഥലമാണ് അവരോട് അട്രാക്ട് ചെയ്യാനുള്ള കാരണം. അതാണ് അവർക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ കാരണം. ജോർദാനല്ല സെയിം അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, പെട്ര. പിന്നെ അവർ വിശ്വസിക്കുന്ന മൗണ്ടെയിൻസിൽ അവരുടെ സൗകര്യം ഇരിക്കുകയാണെങ്കിൽ ഹെവനിൽ പോകും. അതിനാണ് ഈ മൗണ്ടെയിൻസിനകത്ത് വന്നിട്ട് അവർ ഇത് വെച്ചേക്കുന്നത്. We are right now in our second stop, the Girls Mountain. We call it the Girls Mountain because after our experts they excavated in this huge outcrop, they found it contained around 33 tombs. 3 of them belong to our women, belong to our girls, because that we call it the Girls Mountain. പെൺകുട്ടികളുടെ പർവ്വതം എന്ന് വിളിക്കുന്ന ഈ മൗണ്ടൈൻ്റെ പിന്നിൽ ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഈ ഒരു പേര് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി പുരാതന കാലത്ത് പുരുഷന്മാരുടെ പേരിലാണ് ഇത്രയും വലിയ സ്മാരകങ്ങളൊക്കെ അറിയപ്പെടാറുള്ളത്. എന്നാൽ ഇവിടെയുള്ള എല്ലാ കല്ലറകളിലും സ്ത്രീകളെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത്. ഇവിടുത്തെ പല കല്ലറകളിലെയും ഇൻസ്ക്രിപ്ഷനിൽ കാണുന്നത് സ്ത്രീകൾ അവരുടെ പെൺമക്കൾക്കും അവർക്കും വേണ്ടി നിർമ്മിച്ച കല്ലറകളാണെന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗേൾസ് മൗണ്ടൈൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് ഈ ഒരു കവാടത്തിന് മുകളിൽ കാണുന്ന ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു സ്ത്രീ രൂപമുണ്ട്. ആ ഒരു സ്ത്രീ രൂപത്തിന്റെ താഴെയുടെ ഭാഗത്തുനിന്ന് 2 പാമ്പുകൾ കിടക്കുന്നത് കാണാം. ഇത് ഗ്രീക്ക് പുരാണത്തിലെ മെഡൂസ എന്നൊരു കഥാപാത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. നബാത്യൻസ് ഇത് ഉപയോഗിച്ചത് ദുഷ്ടശക്തികളിൽ നിന്നും ശവകുടീരം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പുരാതന കാലത്ത് മെഡൂസയുടെ രൂപം ഒരു സംരക്ഷണ കവചമായിട്ടാണ് കരുതിയിരുന്നത്. കല്ലറയ്ക്കുള്ളിലെ ആത്മാവിനെ ദുഷ്ടശക്തികളിൽ നിന്നും ശവകുടീരം മോഷ്ടിക്കാൻ വരുന്നവരിൽ നിന്നും സംരക്ഷിക്കാനാണ് ഇത് കൊത്തിവെച്ചിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്. അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നത് സൂചിപ്പിക്കാനാണ് ഈ പടികൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. പല കല്ലറകളുടെ മുകളിൽ ഈഗിളിന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ആത്മാവിനെ സംരക്ഷിക്കും എന്നാണ് അന്നത്തെ ഒരു വിശ്വാസം. സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവോട് കൂടിയിട്ടാണ് ജബൽ അൽ ബനാത്ത് ഉള്ളത്. സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാനും അതേപോലെ തന്നെ സ്വന്തമായി കല്ലറകൾ പണിയാനും അവർക്ക് അനുവാദമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പർവ്വതത്തിന് ഗേൾസ് മൗണ്ടൈൻ എന്നൊരു പേര് വന്നത്. ഇതിനകത്ത് മൊത്തം 33 കല്ലറകളുണ്ട്. അതെല്ലാം പല പല ഡിസൈനിലും പല പല സൈസിലുമാണ് പണിതിരിക്കുന്നത്. ഇതിനകത്തെ ഓരോ കല്ലറകളും 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പണിതിരിക്കുന്നത്. അവരുടെ സോഷ്യൽ പൊസിഷൻ, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ വിശ്വാസം എല്ലാം നോക്കിയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നബാത്യൻസ് ഈ കല്ലറകളിൽ അറേബ്യൻ ശൈലി കൂടാതെ ഗ്രീക്കിൻ്റെയും റോമൻസിൻ്റെയും ഈജിപ്ഷ്യൻ്റെയും ശൈലികൾ കൂട്ടിക്കലർത്തിയാണ് ഇവിടുത്തെ കല്ലറകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടാണ് പണിതേക്കുന്നത്. ഈ കല്ലറയുടെ വാതിലിൽ നമുക്ക് കാണാൻ പറ്റും ധാരാളം കാര്യങ്ങൾ ആ ഒരു വാതിലിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 5 പൂക്കൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അത് അവരുടെ രാജകീയതയുടെയും സമ്പന്നതയും ഐശ്വര്യത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗം ശ്രദ്ധിച്ചാൽ പുരാതന റോമൻ കെട്ടിടങ്ങളുടെ സാദൃശ്യമാണ് നമുക്ക് തോന്നുന്നത്. റോമൻ വാസ്തുവിദ്യയിൽ നിന്ന് നബാത്യൻസ് പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കല്ലറകളുടെ വാതിലിന് ഇരുവശമായി കാണുന്ന വലിയ തൂണുകളാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഭാഗം റോമൻ പള്ളികളിലൊക്കെ സ്ഥിരമായി കാണുന്ന രൂപമാണ്. അത് ഇവർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഈഗിളാണ്. റോമൻ സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും ചിഹ്നമായ ഈഗിളിന്റെ രൂപമാണ് പല കല്ലറകളുടെ മുകളിൽ നമുക്ക് കാണാം. അധികാരം, സംരക്ഷണം എന്നിവയുടെ അടയാളമായിട്ടാണ് നബാത്യൻസ് ഇതിനെ കണ്ടിരുന്നത്. ഈ കാണുന്നത് ഗേൾസ് മൗണ്ടൈൻ ആണ്. ഓരോ ടോമിന്റെ ഫ്രണ്ടിലും വാതിൽ ഓരോ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈഗിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീയെ ചുറ്റിയിരിക്കുന്ന സ്നേക്കിനെ കാണിച്ചിട്ടുണ്ട്. 5 ഫ്ലവർ ഉണ്ട്. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ അവരുടെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന. ഇവിടെ ഒരു പുരുഷനാ. അകത്തോട്ടും കാണാൻ പറ്റില്ല, അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല.
ഈ കല്ലറയുടെ വാതിലിൻ്റെ മുകളിൽ നോക്കിയാൽ പഴയ നബാത്തിൻ ഭാഷയിലുള്ള എഴുത്തുകൾ നമുക്ക് കാണാം. ഈ കല്ലറ ആരുടേതാണ്, ഇത് നിർമ്മിച്ച ശില്പി ആരാണ്, അതേപോലെ തന്നെ ഇവിടുത്തെ നിയമം ലംഘിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് എന്നിവയെല്ലാം വ്യക്തമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൻ്റെ മുകളിലാണ് ഇൻസ്ക്രിപ്ഷൻ ബോക്സ് വെക്കുന്നത്. ആ ഇൻസ്ക്രിപ്ഷനിൽ അവരാരാണ്, അവരുടെ പേര്, അവരുടെ സമൂഹത്തിലുള്ള സ്ഥാനം, ആരാണ് ആ കല്ലറ പണിതത്, മരണസമയം, ജനനസമയം എന്നിവയെല്ലാം അതിലുണ്ടാവും. ഓരോ കല്ലറകളുടെ മുകളിലും ഇങ്ങനെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് 26ാമത്തെ നമ്പറിലാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഓരോ കല്ലറകളുടെ മുകളിൽ അവർ ആരാധിച്ചിരുന്ന ദൈവത്തിൻ്റെ ഫോട്ടോയും വെക്കാറുണ്ട് ഇവർ. അവർ വീടുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇതിനകത്തൊക്കെ എന്തല്ലേ, റൂമുണ്ട്, അകത്തൊക്കെ കൊച്ചു കൊച്ചു മുറികളുണ്ട്. അവരുടെ ജനലായിരിക്കും. ഓരോ കുഞ്ഞു കുഞ്ഞു റൂമുകളായിട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 26 കയറാവുന്നതാണ് അവരൊക്കെ. നമ്മൾ നേരെ 26-നകത്തേക്ക് കയറാണ്. ഇത് ഫാമിലി കേട്ടോ. ഇത് പൊളിച്ചു കളഞ്ഞല്ലോ. ഇതാണ് അടക്കം ചെയ്തത്. അങ്ങനെ നമ്മൾ ടോമിനകത്ത് നിൽക്കുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ലല്ലേ ഈജിപ്തിൽ പോയിട്ട് ടോംബ് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മളത് ലബാത്തിയൻസ് പറഞ്ഞത് അവരൊരു ഫാമിലി ടോംബാണ്. നമ്പർ 26, ടോം നമ്പർ 26. ഇത് നമ്പർ 26 ആണ്. ഇവിടെ മൊത്തം നമുക്ക് എൻട്രി ഉണ്ട്. ഇത് മൊത്തം ഫാമിലി ടോമാണ് പറഞ്ഞത്. കണ്ടോ, ഇതുണ്ട് അവരെ അടക്കം ചെയ്തിരുന്ന സ്ഥലമാണിത്. കണ്ടോ, അതിനകത്തൊന്നുമില്ല അതിൻ്റെ എൻട്രൻസിൽ. പക്ഷെ ഇതിൻ്റെയൊക്കെ എൻട്രൻസിൽ ഭയങ്കരമായിട്ട് ഫോട്ടോസും ഫ്ലവറും ഒക്കെ ഉണ്ട്. അതാണ് ഇതിനകത്ത് നമ്മൾ കയറാൻ പാടില്ല. അപ്പം നമ്മൾ കണ്ട പോലത്തെ സംഭവം തന്നെയാണ് ഇതിനകത്തും. പക്ഷെ ഇതിനകത്ത് കയറാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതെ, ഇവർ വിശ്വസിക്കുന്നത് ഈ ദൈവത്തെയാണ്. ഉണ്ട് ഇതിനകത്ത് ഈഗിളും പാമ്പും 5 ഫ്ലവറും ഒക്കെ ഉണ്ട്. പക്ഷെ ശ്രീകുട്ടൻ പറഞ്ഞ സംഭവം ഇതിനകത്തില്ലല്ലോടാ. 5 സ്റ്റെപ്സ് അതിനകത്തുണ്ട്. 1 2 3 4 5 ഇതിന് മുകളിൽ 5 സ്റ്റെപ്സ് ഉണ്ട്. 101 ടോമ്പുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അതിൽ ഇപ്പം നമ്മൾ 26ാമത്തേനകത്താണ് കയറിയത്. അതിനകത്ത് ഇങ്ങനെ ഈ സംഭവങ്ങളൊന്നുമില്ല. ഇത് കണ്ടോ, ഇതിനകത്തൊരു 5 ഫ്ലവറും അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒന്നുമില്ല. ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നമുക്ക് അകത്ത് കയറാനുള്ള ഒരു പെർമിഷൻ തന്നത്. അല്ലെങ്കിൽ അകത്ത് കയറാൻ പാടില്ലല്ലോ. ഭയങ്കര പൊക്കം കൂടുതൽ, 5 സ്റ്റെപ്പും ഒക്കെ ഉണ്ട്. പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇതിനകത്ത് കണ്ടു 5 സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഈജിപ്ഷ്യയിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മഞ്ഞ അങ്ങനെ മനസ്സിലായി. ഈഗിളില്ല, പക്ഷെ വിശ്വസിച്ച ദൈവം കണ്ടു. അതങ്ങനെ ശരിയാ. ഓരോ കല്ലറകളിലും അവരാരാധിച്ചിരുന്ന ദൈവങ്ങളുടെ രൂപമാണ് കൊടുത്തിരുന്നത്. നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെയുള്ളവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ കല്ലറകൾ എങ്ങനെയുള്ളതാകണമെന്നും അതിൻ്റെ ഡിസൈനും അതിൽ എന്തൊക്കെ വെക്കണമെന്നുള്ളതും അവർ മുൻകൂട്ടി തീരുമാനിച്ച് അത് പണിയിച്ചു വെക്കും. എന്നിട്ട് അവർ മരിച്ചു കഴിയുമ്പോൾ ഇവിടെ കൊണ്ടടക്കും. നമ്മളിപ്പോൾ ഈ കാണുന്നതെല്ലാം സാധാരണ കല്ലറകളാണ്. ഇവിടുത്തെ ഓരോ കല്ലറകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മരിച്ച ആളിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, സമൂഹത്തിലുള്ള സ്ഥാനം നമുക്കറിയാൻ സാധിക്കും. സാധാരണക്കാരായ ആളുകളുടെ കല്ലറയുടെ മുകളിൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലം മൊത്തം ചുറ്റി നടന്ന് ഇങ്ങനെ കാണുകയാണ്. ഇവിടുത്തെ ഓരോ കല്ലറകളുടെയും ഡിസൈൻ വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ആ ഒരു കല്ലറയുടെ മുകളിൽ 5 സ്റ്റെപ്സ് കാണിക്കും. അതായത് അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവരതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ 5 ഫ്ലവേഴ്സ് കാണിച്ചിട്ടുണ്ടാവും, ഈഗിളിൻ്റെ പടം കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത് ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി. ഇത് കണ്ടോ, ഇവിടെ 2 ആടുകളുടെ പടമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്.
ഏത് ദൈവത്തെയാണ് അവർ വിശ്വസിക്കുന്നത് അവരുടെ ആ സംഭവം അതിന്റെ ഫ്രണ്ടിൽ കാണും. ഈ കല്ലറ റോമൻസിന്റെ ആരുടേതാണെന്നാണ് തോന്നുന്നത്. കാര്യം എന്താ വെച്ചാൽ അതിന്റെ ഫ്രണ്ടിലത്തെ ആ ഒരു ഇത് കണ്ടോ, അത് റോമൻസിന്റെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് ധാരാളം ആളുകളുടെ കല്ലറകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ എഗ്ര എന്ന സിറ്റി ശരിക്കും മണ്ണിനടിയിൽ പോയി. അതിനകത്തെന്ന് പറഞ്ഞാൽ അവര് മരിക്കുന്നതിന് മുമ്പ് ഫിക്സ് ചെയ്യും, എന്നിട്ട് ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് അതിനുള്ള പൈസ കൊടുക്കും. അതെ, അവർ മരിച്ചു കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് കൊണ്ട് അടക്കം ചെയ്യണമെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്തു പണിത് വെക്കും. പണ്ട് പൊക്കത്തിരിക്കുവായിരുന്നു. അതെ, ഇപ്പൊ ഇതാണ് ഇവിടെ 101ഓളം ടോംസ് ഉണ്ട്. അവര് വിശ്വസിച്ചിരുന്നെന്ന് പറഞ്ഞാൽ മരണശേഷം അവര് ഹെവനിലോട്ട് പോകുമായിരുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു വിശ്വസിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അവര് മുൻകൂട്ടി തന്നെ അതെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവര് മരിച്ചു കഴിയുമ്പോൾ അവരുടെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ആരാണ് അതിനകത്ത് അടക്കം ചെയ്തേക്കുന്നത്, അവര് ദൈവത്തെ വിശ്വസിക്കുന്നു, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അവര് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഒരു സംഭവം ആ ഒരു കല്ലറയുടെ ഫ്രണ്ടില്. അതെ, ആ കല്ലറ കാണുമ്പോൾ അറിയാം അവരുടെ പൊസിഷൻ എന്താണ്, അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ദൈവത്തെ വിശ്വസിച്ചിരുന്നു, എല്ലാ ഇതും ഉണ്ട്, ഏത് ലെവലിലുള്ള ആളുകളാണ്. ചിലത് സിംഗിളും ഉണ്ട്, ചിലത് ഫാമിലി ആയിട്ടുള്ളതുണ്ട്. ഇത് ഫുള്ള് ഇങ്ങനെയാണ്, അതായത് 101 ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ സൗദി അറേബ്യയിലുള്ള ആരെങ്കിലും അല്ലുവിലേക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ടും ഹെഗ്ര എന്ന സ്ഥലം കാണണം. അത്രയും കിടിലൻ സംഭവമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. എല്ലാവരും അറിയാം. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ ബിൽഡിംഗ് ആണെന്നാ ഓർത്ത്, അതുകൊണ്ട് പറഞ്ഞില്ല, പിന്നീടാണ് മനസ്സിലായത്. നമ്മൾ കേട്ടിരുന്നു, ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചു. അടിപൊളിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ബസ്സിനകത്തേക്ക് കയറുകയാണ്. ഫുൾ സെറ്റപ്പ് ബസ്സിലേക്ക് കയറുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അല്ലേ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഹെഗ്രിയിലെ ഗേൾസ് മൗണ്ടൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹെഗ്രിയുടെ ബാക്കി കാഴ്ചകളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.